ആഗോള വ്യാപാര ഭീമനായ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി ആയിരക്കണക്കിന് കേസുകൾ നേരിടുന്ന വേളയിലാണ് കമ്പനിയെ ഏറെ ദോഷകരമായി ബാധിക്കുന്ന വിധിയും നേരിടേണ്ടി വരുന്നത്. നാളുകളോളം പൗഡർ ഉപയോഗിച്ചതിന് പിന്നാലെ ക്യാൻസർ ബാധിതയായെന്ന് ചൂണ്ടിക്കാട്ടി പരാതി സമർപ്പിച്ച യുവതിക്ക് 201 കോടി രൂപ, അതായത് $29 മില്യൺ നൽകണമെന്നാണ് ഇപ്പോൾ കാലിഫോർണിയ ജൂറി വിധിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയാണ് കാലിഫോർണിയയിലെ സുപ്പീരിയർ കോടതി വിധി പ്രസ്താവിച്ചത്. അമേരിക്കയിൽ മാത്രമായി ഇപ്പോൾ 13,000-ലധികം കേസുകളാണ് കമ്പനി നേരിടുന്നത്. എന്നാൽ വിധി വന്നിരിക്കുന്നത് കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലെന്നും ഇതിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ വാദിഭാഗം പരാജയപ്പെട്ടിരിക്കുകയാണെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. പൗഡറിൽ ആസ്ബസ്റ്റോസിന്റെ അംശമുണ്ടെന്നാണ് പരാതിക്കാരിയായ വനിതയും പറഞ്ഞത്. എന്നാൽ ഇത് കൃത്യമായി കോടതിയിൽ തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലെന്നാണ് കമ്പനി വക്താക്കൾ പറയുന്നത്. എന്നാൽ ഇതിനു പിന്നാലെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും കമ്പനി അധികൃതർ തയ്യാറായിട്ടില്ല. ലോകത്തെ മുൻനിര ഗവേഷകരുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് കമ്പനി പൗഡർ വിപണിയിലിറക്കുന്നതെന്നും ഇതിൽ ആസ്ബസ്റ്റോസിന്റെ അംശം കണ്ടെത്തിയിട്ടില്ല എന്നും പൂർണ്ണമായും സുരക്ഷിതമാണെന്നും കമ്പനി വ്യക്തമാക്കുന്നു. ടെറി ലൂവിറ്റ് എന്ന വനിതയാണ് കമ്പനിക്കെതിരെ പരാതി നൽകിയത്. 1960-കൾ മുതൽ 70-കൾ വരെ താൻ കമ്പനിയുടെ പൗഡർ ഉപയോഗിച്ചിരുന്നുവെന്നും 2017-ൽ തനിക്ക് മെസോതെലിയോമ ബാധിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയതായും ഇവർ പറയുന്നു. ആസ്ബസ്റ്റോസിന്റെ അംശം ശ്വാസത്തിലൂടെ ശരീരത്തിനുള്ളിലെത്തുകയും ശ്വാസകോശം, ആമാശയം എന്നീ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ക്യാൻസർ വരുന്ന അവസ്ഥയ്ക്കാണ് മെസോതെലിയോമ എന്ന് പറയുന്നത്. കമ്പനി 2019-ൽ നേരിടേണ്ട ആയിരക്കണക്കിന് കേസുകളിൽ ഒന്നു മാത്രമാണിത്. ജനുവരി 7-ന് ആരംഭിച്ച് വിചാരണ 9 ആഴ്ച നീണ്ടുനിന്നിരുന്നു. ഇരു കക്ഷികളുടെ ഭാഗത്തു നിന്നും വിദഗ്ധരായ ഒട്ടേറെ പേർ പരിശോധന നടത്തിയെന്നും തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നുമാണ് വിവരം. എന്നാൽ ടെറി ഉപയോഗിച്ചിരുന്ന പൗഡറിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നും ഇത് ഉപയോഗിക്കരുതെന്ന് ആളുകളെ ബോധവൽക്കരിക്കുന്നതിനോ ഇതിന് ഉത്തമമായ പ്രതിവിധി കണ്ടെത്തുന്നതിനോ കമ്പനി പരാജയപ്പെട്ടു എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, പൗഡറിൽ ആസ്ബസ്റ്റോസ് ഇല്ല എന്ന കമ്പനിയുടെ വാദത്തെ കോടതി അംഗീകരിച്ചില്ലെന്നും ടെറിയുടെ അഭിഭാഷകൻ മോശെ മെയ്മോൻ വ്യക്തമാക്കിയിരുന്നു. 1970-കൾ മുതൽ 2000 വരെയുള്ള കാലയളവിൽ കമ്പനി വിറ്റഴിച്ച പൗഡറുകളിൽ ആസ്ബസ്റ്റോസിന്റെ അംശം ചെറിയ തോതിൽ കണ്ടെത്തിയിരുന്നുവെന്ന് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു.